ഫ്രണ്ട്സ്, ഇത് നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. അതൊരു പ്ലാന്റ് ആണ്. കണ്ടില്ലേ, ഈ ഒരു പ്ലാന്റിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഈ ഒരു പ്ലാന്റ് ആണ്. നമ്മൾ മുമ്പ് ചെയ്തിട്ടില്ലേ, സ്റ്റഫ് ചെയ്ത് എടുക്കുന്ന ഒരു മെത്തേഡാണ്. അതിൻ്റെ ലീവ്സ് നമ്മുടെ ഇവിടെ എല്ലാം ഉണ്ട്. അപ്പോൾ അതൊരെണ്ണം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് കൊണ്ടുവച്ചത്. ഇനി അത് സ്റ്റഫ് ചെയ്യുന്ന മെത്തേഡ് ഇതുപോലെ നമുക്ക് എല്ലാ ലീവ്സുകളും നമുക്ക് ചെയ്ത് ഒരു ആർട്ടിഫിഷ്യൽ ലീവ്സ് ആക്കി എടുക്കാം. വെളിയിൽ നിൽക്കുന്ന സർവ്വ പ്ലാന്റ്സുകളെ നമുക്കിത് ആർട്ടിഫിഷ്യൽ ആക്കാൻ ഒരേ ഒരു മെത്തേഡേ ഉള്ളൂ. അവിടെ സിമ്പിളായിട്ടുള്ള ഒരു വലിയ എമൗണ്ട് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് അടിപൊളിയാക്കി എടുക്കാവുന്ന ഒരു മെത്തേഡാണ് ഇത്. സ്റ്റഫ് ചെയ്തെടുക്കുക, അതായത് നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡിലാണ് ഈ സ്റ്റഫ് ചെയ്യുന്നത്. ബാക്ക് സൈഡിലോട്ട് ടിഷ്യൂ പേപ്പറാണ്, വെറും സിമ്പിളായിട്ടുള്ള 20 രൂപയ്ക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ടിഷ്യൂ പേപ്പറാണ് ഇത്. 1 2 3 4 5 ലെയറാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇതെന്ന് വെച്ചാൽ ഗ്ലൂ വാട്ടറാണത്, ഫെവിക്കോള് കലക്കിയ വെള്ളം. ഫെവിക്കോള് കുറച്ച് കട്ടിക്ക് കലക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വാട്ടറാണ്. കണ്ടില്ല, 1 ലെയർ 2 ലെയർ 3 4 5 ലെയർ ഞാൻ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഉണങ്ങുമ്പോൾ നല്ല കട്ടിയായിട്ട് നമുക്കൊരു നല്ലൊരു ടിഷ്യൂ പേപ്പർ ആ ഒരു ലീവ്സിൻ്റെ മോഡലിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇത് ഓരോന്ന് ഞാൻ അതിലോട്ട് തണ്ടിലോട്ട് കൊരുത്തിട്ട് ഉണക്കിയെടുക്കാൻ ഒരു ½ അവർ വെയിലത്താണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും. ഇത് കണ്ടില്ല, ഇത് ഇനി ഉണങ്ങിയതാണ്. ഇതുപോലെ തിരിച്ചിട്ട് ഉണക്കിയതാ എടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ലീവ്സിൻ്റെ കംപ്ലീറ്റ് അടയാളവും ആ ഒരു ഞരമ്പിൻ്റെ കംപ്ലീറ്റ് അടയാളവും അതിൽ പതിഞ്ഞിരിക്കും എന്നുള്ളത്. ഇതുപോലെ നമുക്ക് ഏത് വലിയ പ്ലാന്റ് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ. കണ്ടില്ലേ, എത്ര വലിയ പ്ലാന്റ്സ് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തേണ്ട. 1 ലീവ് 2 3 ലീവ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ സൂപ്പറാണ്. ഇപ്പോഴിവിടെ വരുന്നവർ പറയുന്ന അടിപൊളിയാണ്. കാരണം വിശ്വസിക്കാൻ പറ്റും. നമ്മൾ കളറും കൂടി ചെയ്തെടുത്താൽ അതുപോലെ ഇരിക്കും. അതേ സെയിം കളർ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് തണ്ടാണ്. അത് ഞാനൊരു കമ്പി എടുത്ത് അത് ഫെവിക്കോള് തേച്ച് നല്ലൊരു കൈ വെച്ച് ചുരുട്ടി അത് വീണ്ടും ഫെവിക്കോള് ചേർത്ത് ഉണക്കി അങ്ങ് വെച്ചിരിക്കുകയാണ്. ഇനി കണ്ടില്ല, ഓരോന്നും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. 3 ലീവ്സാണ്. അടിപൊളിയല്ലേ? ഒന്ന് ചെയ്ത് നോക്കണേ കുഞ്ഞുങ്ങളെ. നിങ്ങൾക്കൊക്കെ ചെയ്യാവുന്നില്ല, ഒരുപാട് കാശ് ചിലവുള്ളതല്ല. എങ്കിൽ വീട്ടിൽ മനോഹരമായിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള പ്ലാന്റ്സിനെ തന്നെ ആർട്ടിഫിഷ്യലാക്കി നമുക്ക് അകത്ത് വയ്ക്കാവുന്നതേ ഉള്ളൂ. അടിപൊളിയാണ്. ഇത് ഓരോന്നും നമ്മൾ അതേപോലെ ആ ഒരു ലൈൻസുകളും എല്ലാം അതേപോലെ തന്നെ തെളിഞ്ഞ് കിടക്കുമെന്നുള്ളതാണ്. കണ്ടില്ലേ, അടിപൊളിയല്ല? അതേ ലീവ്സ് ആക്കി. ഇനി ഇത് സെയിം അതേപോലെ കളർ ചെയ്താൽ അടിപൊളിയാവുന്ന 3 ലീവ്സ്, വലിയ അത് ചെറുത് ഏറ്റവും ചെറുത്, അങ്ങനെ 3 ലെയറായിട്ടുള്ള ലീവ്സാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. കണ്ട, ഇനിയെന്ന് വെച്ചാൽ ഇതെന്തോ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ കണ്ടില്ലേ, കളർ ചെയ്യുകയാണ്. ഓരോന്നിനെയും കളർ ചെയ്യുക. തണ്ട് നമ്മൾ ഓൾറെഡി തന്നെ ചുരുട്ടി വെച്ചിട്ടുണ്ട്. അത് വീണ്ടും ഫെവിക്കോൾ ചേർത്തിട്ടുണ്ട്. അത് നമ്മുടെ കമ്പിയാണ്, ഗോൾഡൻ കമ്പി എന്ന് പറയും. പിന്നെ ഫ്ലവർ മേക്കിങ്ങിൻ്റെ കമ്പിയാണ്. അതായത് ഈ ഫെവിക്കോള് തേച്ചതിന് ശേഷം കമ്പി അതിനോട്ട് വെച്ച് ചുരുട്ടി കൈവച്ച് നല്ലതുപോലെ ഞെരടി എടുക്കുക ചെയ്യുന്നത്. നമുക്ക് ഇതുപോലെ ഫെവിക്കോള് തേച്ചിട്ട് അതിൽ കമ്പി വെച്ച് നല്ല രീതിയിൽ അത് ഞെരടി എടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണ് 3 തണ്ടുകളും ഞാൻ ചെയ്തതെല്ലാം അങ്ങനെ തന്നെയാണ്. 3 തണ്ടും ചെയ്തതെല്ലാം അതുപോലെയാണ്. ഞാനാണെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടില്ലേ, കമ്പി എടുത്ത് ആ ഫെവിക്കോള് വെച്ചിട്ട് കണ്ടില്ല, അത് നല്ലതുപോലെ ഞെരടി അങ്ങ് എടുത്താൽ മതി. അത് ഫെവിക്കോള് തേച്ചിട്ടുകൊണ്ട് പക്ഷേ ആ പേപ്പർ കീറി പോകാത്ത വിധം ശ്രദ്ധിച്ചിട്ടാണ് 2 ചുരുട്ടിയിട്ടാണ് ഏറ്റവും മുകളിൽ പ്രസ് ചെയ്ത് ചുരുട്ടിയാണ് പ്രസ് ചെയ്യുന്നത്. കണ്ട, ഏറ്റവും തണ്ട് ആക്കി എടുക്കുന്ന വെച്ചാൽ വെറും നമ്മൾ നേരത്തെ കമ്പി പോരാ. അപ്പോൾ കുറച്ച് കട്ടിയായിട്ട് തോന്നണമെന്നുണ്ട്. കട്ടിയായിട്ടുള്ള സ്റ്റെമ്മിനെല്ലാം നമ്മൾ ഇത് ചെയ്താൽ മാത്രം മതി. അതിൽ കുറച്ച് ഫെവിക്കോളും കൂടി ചേർത്ത് നല്ല കട്ടിയായിട്ട് തന്നെ ടൈറ്റായിട്ട് നിൽക്കും. എത്ര ലീവ്സ് വേണമെങ്കിൽ നമുക്കത് വെക്കത്തക്ക വിധത്തിലാക്കിയെടുക്കാൻ പറ്റും. 3 തണ്ടായി കഴിഞ്ഞ് കണ്ടില്ലേ. ഇനി അതിൽ സെയിം അതേപോലെ കളർ ചെയ്തെടുക്കുകയാണ്. സിമ്പിളായിട്ടുള്ള കളറിങ് ആണ്. ലൈറ്റ് ഗ്രീൻ കളർ ഓൾറെഡി കണ്ടില്ലേ, അക്ലിക് കളർ നമുക്ക് കിട്ടുന്നുണ്ട്. ആ അക്ലിക് കളർ വെച്ച് വെറുതെ കണ്ട ബ്രഷ് കൊണ്ട് വെറുതെ കണ്ടില്ലേ, സിമ്പിളായിട്ടുള്ള കളറിങ് ആണ് ചെയ്തത്. ആ ഒരു ഞരമ്പ് ഭാഗം ഒഴിച്ചിട്ട് ബാക്കി അതേപോലെ ആ ഒറിജിനൽ അവിടെ ഇരിപ്പുണ്ട്, അത് നോക്കിയാണ് ഞാൻ കളർ ചെയ്തത്. ഒറിജിനൽ നമ്മുടെ തൊട്ടടുത്ത് വെച്ചിട്ടാണ് ഈ ഒരു കളറിങ് ഞാൻ ചെയ്യുന്നത്. അതേപോലെ കളർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള കളറാണ്. അതിൻ്റെ ഒരു ഷെയ്ഡും അതിലെങ്ങനെയാണോ കളർ ചെയ്തേണ്ടത് ഓരോ ഞരമ്പിൻ്റെ ആ ഇടുക്ക് ഭാഗവും ആ ഞരമ്പിൻ്റെ ഒരു ലൈൻ വിട്ടിട്ടാണ് ഞാനത് ചെയ്യുന്നത്. കംപ്ലീറ്റ് അങ്ങനെ ചെയ്യല്ല, അതിൽ തന്നെ കാണുന്നുണ്ട്. നമുക്ക് ഒറിജിനൽ ഒരു പിക്ചറിൽ തന്നെ പിക്ചറല്ല, ഒറിജിനൽ ലീവ്സാണേ. ഒറിജിനൽ ലീവ്സ് നമുക്ക് ആർട്ടിഫിഷ്യൽ ലീവ്സ് ആക്കി എടുക്കാൻ പറ്റുന്ന സൂപ്പർ മെത്തേഡാണ് കുഞ്ഞുങ്ങളെ. നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ കേട്ടോ. എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇത്. കണ്ടില്ലേ, അത് ഇതുപോലെ
ഉണ്ടല്ലേ അതുപോലെ പ്രസ് ചെയ്ത് അത് വെറുതെ അടയാളം ചേർത്തിരിക്കുക. അതിലെ ഓരോ ഡോട്ട്സുകൾ, വൈറ്റ് ഡോട്ട്സുകൾ, അത് ഓൾറെഡി തന്നെ ഒരു ലൈറ്റ് ഗ്രീനോടുകൂടിയാണ് വരുന്നത്. ഇത് കളർ ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഓരോ ഡോട്ട്സ് ഇട്ട് അടയാളപ്പെടുത്തി ഷെയ്ഡിട്ടൊക്കെ ചെയ്തു പോകാവുന്നതേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് കൈവച്ച് കളർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ലൈറ്റ് ഗ്രീൻ കളർ ചെയ്ത് സ്പോട്ടാക്കി കണ്ടില്ലേ, മനോഹരമാക്കി നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. കണ്ട കളറിങ് എന്ന് വെച്ചാൽ ലൈറ്റ് ഗ്രീൻ കളറാണ്, അക്ലിക് കളറാണ്, ഫാബ്രിക് കളറിൻ്റെ കൂടിയ കളറാണിത്, അക്ലിക് കളറാണിത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. കണ്ടില്ലേ, ആ ഒരു ഞരമ്പിൻ്റെ പോർഷൻ വിട്ടിട്ടാണ് ചെയ്യുന്നത്. ആ ഒരു ഞരമ്പെന്ന് പറഞ്ഞാൽ റെഡ് കളറാണ്. റെഡ് എന്ന് പറഞ്ഞാൽ പ്യുവർ റെഡ് അല്ല, ലൈറ്റ് റെഡ് വരും. അതായത് പിങ്കും അല്ല റെഡും അല്ലാത്ത മീഡിയം കളറാണ്. കണ്ട പിങ്കും അല്ല ഇതുമല്ലാത്തൊരു മീഡിയം കളറാണ്. സൂപ്പറാണ്. കണ്ട ഒരുപാട് ഇഷ്ടമായിരിക്കും. ഇത് നമ്മൾ ഒറിജിനാലിറ്റിയോടുകൂടി ചെയ്തെടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷമുണ്ട് കേട്ടാ. കണ്ടില്ല. ഇനിയെന്ന് വെച്ചാൽ സെൻറ്ററിൽ റെഡ് ലൈറ്റായിട്ട്, അതായത് ലേശം വെള്ളത്തോടെയാണ് ചേർക്കുന്നത്. ആ ഒരു ഞരമ്പിലെല്ലാം ആദ്യമേ ലൈൻ വരച്ചിട്ട് സ്പ്രെഡ് ചെയ്യണം. ആ ഒരു ഒറിജിനൽ അല്ല അങ്ങനെയാണ് കിടക്കുന്നത് കേട്ടോ. സ്പ്രെഡ് ആവും, എല്ലായിടവും സ്പ്രെഡ് ചെയ്യുന്ന ഒരു ലൈറ്റ് റെഡ് കളറാണ്, ലൈറ്റ് റെഡ്. ലൈൻ വരച്ചതിന് ശേഷം ആ ഞരമ്പുള്ളിടത്തോട്ടാണ് ലൈൻ വരയ്ക്കുന്നത്. ലൈൻ വരച്ചിട്ട് ഒരു കളർ സ്പ്രെഡ് ചെയ്ത് ഇപ്പോഴും ഇത് ഇരിപ്പുണ്ട്. സൂപ്പറാണ്. ഇത് ഞാൻ ആർക്കും കൊടുക്കത്തില്ല. സാധാരണ ഞാൻ ഇതെല്ലാം കുട്ടികൾക്ക് എടുത്ത് കൊടുക്കുന്ന, പക്ഷേ ഇത് ഞാൻ ആർക്കും കൊടുക്കത്തില്ല എന്ന് പറയുന്നതെല്ലാം ഞാൻ എടുത്ത് കൊടുക്കുകയും ചെയ്യും. കണ്ടില്ലേ, സ്പ്രെഡ് ചെയ്യും. ആ ഒരു ലൈറ്റ് റെഡ് കളർ എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ചെയ്യും. അപ്പോൾ ഇനി ഇതുപോലെ ഒരുപാട് വീഡിയോസ് ചെയ്യണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. കാരണം സിമ്പിളായിട്ടേ ഉള്ളൂ. വിത്ത് കണ്ടില്ലേ, ഒരു ഹോള് നമുക്ക് അടയ്ക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ ചെയ്തില്ല. അതിൽ നമ്മൾ എന്താ പറയുന്നത്, ആ ഒരു തണ്ട് ഒട്ടിച്ചെടുക്കുമ്പോഴത്തേക്ക് ആ ഹോൾ അങ്ങ് അടഞ്ഞു പോകുന്നുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് റെഡ് ലൈൻസോടുകൂടി നമുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ആ ഒരു കളർ സ്പ്രെഡ് ചെയ്തെടുക്കുക. ആ ഒരു കളറ് ചെറുതായിട്ടാണ് അതിൽ ആ ഒരു ഡിസൈൻ നോക്കിക്കൊണ്ട് വേണേ ചെയ്യാൻ. നമുക്കിപ്പോൾ ഏതിൻ്റെ ആയാലും ചെയ്താൽ നമുക്ക് സെയിം അതേപോലത്തെ ഡിസൈനും കളറിങ്ങും നോക്കി വേണേ ചെയ്യാൻ. അപ്പോൾ കറക്റ്റിലി നമുക്ക് അതേപോലെ തന്നെ പിക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. കറക്റ്റ് നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. സൂപ്പറല്ലേ, ഒറിജിനൽ. ഇപ്പോഴത്തെ ബാക്കിലോട്ടെന്ന് പറഞ്ഞാൽ ലൈറ്റ് ഗ്രീൻ കളറാണ്. ലൈറ്റ് ഗ്രീൻ എന്ന് വെച്ചാൽ ഈ ഒരു കളറിൻ്റെ തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് അതിൻ്റെ ബാക്കിൽ അടിക്ക്. ആ തണ്ടിനും അതേപോലത്തെ കളർ തന്നെയാണ്. കണ്ടില്ലേ, മനോഹരമായിട്ടുള്ളൊരു ലീവ്സ് നമുക്ക് ആക്കി എടുക്കാൻ പറ്റിയില്ലേ. ഒരു തണ്ടിനും ലൈറ്റ് ഗ്രീൻ കളർ തന്നെയാണ് ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, അത് സൂപ്പറായിട്ടില്ലേ. സൂപ്പർ എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. നിങ്ങളിത് തീർച്ചയായിട്ടും ചെയ്തു.